ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. നമസ്കാരം. നമ്മളൊരു യാത്രയിലാണ് ഇപ്പോൾ കേട്ടോ. യാത്രയിലാണ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇതണ്ട മുരുടേശ്വർ. എന്തിനാ ചിരിക്കുന്നത്? ഇവര് കറക്റ്റല്ലേ പറഞ്ഞ? അപ്പു, അശ്വൻ, അഖിലേട്ടൻ എല്ലാം ഭക്തന്മാരാ നിൽക്കുന്നതാ. എപ്പോ നമ്മൾ ഈ യാത്രേൻ്റെ ഇടയിലാണ് നമ്മൾ മഹാരാഷ്ട്ര എല്ലോറ കേവ്സ്. ഒരു ദിവസം ഫുള്ള് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഓരോ സ്പോട്ടുകളൊക്കെ കാണുന്നു, നിർത്തുന്നു, ചില്ലടിക്കുന്നു, പോകുന്നു. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 9-ാം തീയതി, 8-ാം തീയതി നൈറ്റിൽ നമ്മൾ ഇറങ്ങിയാണ്. ഇപ്പോൾ 9-ാം തീയതി. അപ്പോൾ തിരിച്ചു വരുന്നത് 14-ാം തീയതി. അങ്ങനെയാണ് പ്ലാൻ അല്ലേ? അക്കോർഡിംഗ് ടു അവർ പ്ലാൻ. പക്ഷെ അതുവരെ എങ്ങനെ എവിടെ അതൊന്നും ഉറപ്പില്ല. ഒരു സ്ഥലം മാത്രം ഉറപ്പുണ്ട്, എല്ലോറ കേവ്സ്. അതെ, അതല്ലാതെ വേറെ ഒന്നും ഉറപ്പില്ല. എങ്ങോട്ട് പോകും, എങ്ങനെയാണ്, അങ്ങനെയൊന്നും ഉറപ്പില്ല. ബാക്കിയെല്ലാം സെറ്റ്. ഓക്കെ, ഇതിലോട്ടൊന്നും ഉറക്കപ്പെടുന്നുണ്ടോ? പക്ഷെ ഇവിടുത്തെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ വ്ളോഗ് തുടങ്ങി കേട്ടോ. എന്തുണ്ടോ കുറേ സ്റ്റാച്യൂസ് പരിപാടി. ഓക്കെ, ബീച്ച് സൈഡ് അറേബ്യൻ സീ. ഓ, പഠിച്ചു. അതെ, ഞാൻ ഡോക്യുമെന്ററി ഉണ്ട് ഇതിന്റെ. ടെമ്പിൾ എന്നയ്യാ ഏതാ ഇവിടെ മൊത്തം മല, മോർണിംഗ് വ്യൂ. നോക്കിയാ എൻ്റെ മോനെ എമ്മാരി ബ്യൂട്ടി. ഓ, കില്ലാടി സാധനമാണേ. പിന്നെ അങ്ങോട്ട് കുറേ സ്വാമിമാരൊക്കെ കയറി പോകുന്നുണ്ട്. അണ്ടർ മെയിൻ്റനൻസ് ആണ് ഇപ്പോൾ. ഇപ്പം എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ അച്ഛനെ? വെരി ബ്യൂട്ടിഫുൾ, വെരി വെരി വെരി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാം. പിന്നെ നമുക്കൊരു ഗുണം ഉള്ളതെന്താ വെച്ചാൽ നമ്മളിവിടെ രാവിലെ എത്തി. അതുകൊണ്ട് എങ്ങോട്ട് എന്നിട്ടോ? കടലാ? അയ്യോ ചിലപ്പോൾ അയക്കുമ്പോ ഇതൊരു ഐലൻഡ് പോലെ. അതെല്ലാം എടുത്ത ഈ മഹത്വം. അല്ലെങ്കിൽ അതാന്ന് പറയുന്നു നമ്മള്. ബീച്ചിലാ, അമ്പലത്തിൽ വന്നിട്ട് ബീച്ചിലാ. ഒരു വാരണാസി വൈബ് അടിക്കുന്നില്ല എനിക്ക്. അത്രയില്ലെങ്കിലും അതിന്റെ ഒരു സ്മോളർ വേർഷൻ. ഫുള്ള് തോണിയല്ലായിട്ട് അപ്പുറ സൈഡ് ഇല്ല. വീഡിയോസ് കണ്ടാ പോരെ. ശിവനെ ഏതാ അതിനേട്ടാ വിഷമ അഖിലേട്ടാ. എടാ അശ്വനെ, ചെറുപ്പം തൊട്ട് നമ്മൾ ഒരുമിച്ച്. ഇത് പുതിയ ഞാൻ. What we have done for ourselves alone dies with us. What we have done for others and the world remains and is immortal. ഇഷ്ടപ്പെട്ടു എനിക്ക് മാസം. അതിന്റെ എഞ്ചിനീയറിംഗ് പറഞ്ഞ എന്താ സംഭവം? എന്താ പറഞ്ഞ ഇപ്പൊ? എന്താ പറഞ്ഞത്? പറഞ്ഞാട്ടാ കൂട്ടത്തില് കാരണവർ നിങ്ങളല്ലേ? ഈ മുരുടേശ്വരം ആരും പറഞ്ഞു തരണ്ടല്ലോ. അയ്യോ, ചോദിക്കണ്ടായിരുന്നു, ചോദിച്ചും പോയി. എന്താണ് ലീവ് യുവർ ഫുട്വെയർ ഹിയർ. ഡോക്ടർ R.N. ഷെട്ടി 2020 മനുഷ്യട്ടെ. എ സിമ്പിൾ മാൻ, എ ഗ്രേറ്റ് വിഷണറി, ഡീപ്ലി റിലീജിയസ്, ദ മുരുടേശ്വർ മാൻ. ഓ, ഇതേപോലത്തെ ഒരു അമ്പലമുണ്ട് തഞ്ചാവൂര്. അവിടെ പോവാം. ആ ടോപ്പിൽ ഭയങ്കര വെയിറ്റുള്ള സാധനം വെച്ച് അവിടെ പോവാം. ശരി, തഞ്ചാവൂര് പോയിട്ട് ഇവിടുത്തെ എഞ്ചിനീയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എടാ അശ്വിനി, ഇത് എന്താണ് ഇങ്ങനെ? ശരിക്കൊരു മാർക്കറ്റ് ഇതാ നോക്കിയേ. കുറെ കടകളും ടൂറിസ്റ്റ് സ്പോട്ട് പോലെ. ചായ കുടിക്കണം. നമുക്ക് ഗോവ വഴി വിട്ടാലോ? ഗോവ നോക്കാം. അല്ല, ഒറ്റ മൈൻഡ്. എമ്മാര് ബ്യൂട്ടിയാ. ഇവൻ ഈ പിന്നെ ബസ്സിൽ കയറ്റി വിട്ടാലോ? 4 മണിക്കൂർ ഗോവയിലേക്കാ? വിട്. നമ്മുടെ വണ്ടി അത് കയറ്റല്ലേ? നമ്മുടെ വണ്ടി അല്ലാതെ പോവാൻ പറ്റും. തിരിച്ചു വരുന്ന സംശയം. ഈ ഒരു ബ്യൂട്ടി ഒക്കെ വാവ്. പിന്നെ മുകളിലേക്ക് കയറാൻ പറ്റുന്നതാണ് അശ്വിൻ പറഞ്ഞ അറിവ്. അശ്വിനിയുടെ വെറുതെ എടാ കാര്യം പറയടാ, മുകളിലേക്ക് കയറാൻ പറ്റുമോ? ഇവര് പറയുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങള് ഉറപ്പ് വന്നിട്ട് അത് ഇവര് ഉറപ്പില്ല. ഇവര് അല്ലോട്ട് വന്നേ. പക്ഷേടാ, പക്ഷെ മുകളിൽ കയറാൻ ആരെങ്കിലും ഒരാള് വേണ്ട. ഒന്നുമില്ല, നമ്മളിപ്പോ ഗോകർണ സ്ഥലത്തെത്തിയിട്ടത്. ബീച്ച്, കുതിരയുണ്ട് കേട്ടാ. കുതിര ഇതുവഴി പോവാ. ഷോർട്ട് കട്ട് ഉണ്ട് പോല പുണ്ണറി. പിന്നെ എവിടെയുണ്ട്? ആടെന്നാ ഇതാ പോന്നു കുതിര. എന്ത് ഓർത്ത്? നിനക്ക് ഓറഞ്ച് തന്നെ വേണമെന്ന് നിർബന്ധം? ഓക്കെ, നിനക്ക് വേണം? ഇവിടെ വന്ന മുനിയണ്ടി അതാ പോന്ന്. അതുപോലെ പോവാ ചേട്ടാ. അതുപോലെ ആ
ഒട്ടകത്തിന് താങ്ങൂടാ. നമ്മൾ വന്ന ടൈം കുറച്ച് മാറിപ്പോയി. ഈവനിങ് ആയിരുന്നു വരേണ്ടത്. നമുക്ക് വേറെ ഉണ്ടല്ലോ. അതുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തിയെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നൊന്നുമല്ല. അല്ല, പോകുന്ന വഴിക്ക് കണ്ടു. ചാജിപ്പിറ്റിനോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ചാജിപ്പിറ്റി ടൈമിങ് തെറ്റിച്ചാ പറഞ്ഞത്. എടി ഇതെന്നാ സംഭവം? നമുക്ക് പൂഴി കൊണ്ട് ഇതാക്കിയല്ലോ കൊട്ടാരം. നെസ്റ്റാജി പിടിച്ചാലോ നമുക്ക്? പൊളിക്കും. ഈ വെയിലത്ത് കൊട്ടാരം. ഗോകർണത്തിൻ്റെ ഒരു വൈബ് ഇങ്ങനെയുണ്ട്. പക്ഷെ രാവിലെ ആയിരുന്നു പൊളിച്ചാൽ. ഞാൻ ഉദ്ദേശിച്ച ഗോകർണം ഇങ്ങനല്ല. അല്ല, ഞാനും അതെ. എൻ്റെ മൈൻഡിലുണ്ടായ അങ്ങനെയല്ല. ഇവിടെ ഫുൾ ഒച്ചപ്പാടും ബഹളും. വെറും ബീച്ച്. സത്യം. പിന്നെ ഈ രാവിലെയോ വൈകുന്നേരം വന്നിട്ടാണ് കുറച്ചും കൂടി ഇതായനെ പറ്റ. ഓ ഓ നിങ്ങളാ സ്വപ്നം കണ്ടിട്ട് ഓടേന്ന് സ്വപ്നം കണ്ടിട്ട് ഒരേ ഓട്ടം. വെറുതെ നോക്കിയിട്ട് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കണല്ലേ. നമ്മൾ ഇപ്പം എടുക്കും. ഫോട്ടോ എടുത്തോ. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ടാറ്റു പിടിച്ചാലോ? അതിലോട്ട് അതാ ഇല്ല കൂടാ. ഇവിടെ 3 മറ്റേ സാധനം ശൂലം കുളിക്കുമ്പോ പിന്നെ ഉണ്ടാവില്ല. ഒലിച്ചിറക്കും. കുറച്ച് തലയും ഇവിടെ ഫുള്ള് ഇതാണേ സ്പൈസസ്. നിനക്കെന്താ വേണ്ടത്? ചാരടല്ലേ? തോർത്ത്. ഇതാണ് ഗോകർണ അമ്പലം. ഹലോ, എടാ നിനക്ക് മറ്റേ ഇത് വേണ്ടേ? രുദ്രാക്ഷം. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കണ്ട അയാളെ മേത്തിട്ട് കണ്ട. ആ, അങ്ങനത്തെ ആണ് വേണ്ടത്. നിനക്ക് ഫുള്ള് മറ്റേ ട്രാവൽ വൈബ് പിടിക്കാനല്ലേ? മഹാരാഷ്ട്ര. ഓ ഓക്കെ. ഈ വണ്ടിയുടെ എടുത്തോ വരുന്നത്? ഇതിനെക്കൊണ്ട് റോഡുണ്ടോ? അഖിലേട്ടാ പോളി സാധനം. കിട്ടല്ലോ. ഇത് പിന്നെ ഇതാണ്. അതല്ല, ഞാൻ നോക്കി വെച്ച ഷർട്ട് മറ്റേ നീല. ഓ ഇതൊന്നും കടിക്കുവാ. പഴയ ഇരിഞ്ഞിരുന്നല്ല. എന്താ ബാക്കിൽ ഐറ്റം എന്താ വർക്ക് നോക്കിയേ? കൈപ്പണിയാണ്, കടച്ചിലല്ല. കൈപ്പണി കൊത്തിയിട്ടല്ലേ? എടുത്ത് എന്തെങ്കിലും കിട്ടുവാ? വീട്ടിൽ എന്തെങ്കിലും കിട്ടിയാ മതിയാ? അങ്ങനല്ല, ഇവിടെ വന്നതിന്റെ അതിന്റെ വണ്ടിക്കൊട്ടിക്കും. അതൊരു മറ്റേ ഇതാണ്. എന്നാ ഇനി പറയാ ഈ സാധനത്തിന് വരുന്ന പറയാ സുവനീർ. ഇതാ ഇതൊന്നും വേണ്ട. ഇതൊന്നും ഒരു സുഖമില്ലായ്മ. നിനക്കെന്നാ ഇത് വേണോ? അയോഗി. പക്ഷെ അത് ഇവിടെയല്ല, തമിഴ്നാട്ടിലാണ്. അത്ര വേണ്ട. അത് വീട്ടിൽ കിട്ടണം. അത് വെച്ചാൽ ഗോവ. അത് ഓക്കെ. ഇവിടെ കൊണ്ട് വീട്ടിൽ വെക്കാല്ലേ? എന്നാ പിന്നെ ഇതുപോലെ മറ്റേ ഈവിളായി. അതിനകത്ത് വിശ്വാസമില്ല. എടാ നമ്മൾ കണ്ണിന് കണ്ടാ പോരെ ഇതല്ലോ. ഇവിടെ കിട്ടും മറ്റേ ഷർട്ട്. ആ ഷർട്ട് ഇവിടെ കിട്ടും മിക്കാറും. കൊടുത്തു. ഇതാ ഞാൻ പറഞ്ഞ ഷർട്ട് ഇതാ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ അതാ എടുക്കും. ക്ലീൻ സാധനം വേറെ ഉണ്ട് അതിൻ്റെ. യെല്ലോ വേണ്ട. ഇല്ല ഇതെടുക്കാം. ഇത് ഓക്കെ. ഇത് ബ്ലൂവോ? പക്ഷെ ഇത് ഇതൊന്നല്ലേ. എടാ അച്ഛനാ നീ അടുത്ത സാധനം ഇല്ല. തോർത്താ അപ്പൂട്ടാ എനിക്കത് വേണം. കാര്യമാണോ? ഞാൻ തമാശ പറഞ്ഞതാണ്. ഞാൻ പക്ഷെ ചാർലി വൈബ് പിടിക്കാൻ വിചാരിച്ചു. നമ്മൾ ഒറ്റ മൈൻഡ് ആശുനെ. ഇവരങ്ങനല്ല. ഇവരെന്ത് ചെയ്യും? ആന്ന് അത് ചേട്ടാ നിങ്ങൾക്ക് വേണം മറ്റേ കർമ്മ വേണം. ഓ അത് പൊളിച്ചാലോ. പീസ് ഔട്ട് ബ്രോ. അത് കിട്ടില്ല. അത് നൈസ് അല്ലടാ. പീസ് ഔട്ട് ബ്രോ. ഗാന്ധി. 2 സൈഡിലും മാർക്കറ്റ് അല്ലേ? ഒരു വേറെ തന്നെ ഒരു ആംബിയൻസ് അല്ലടാ. നമ്മളിങ്ങനെ നടക്കുന്നു. എടാ ടാറ്റു അടിക്കാണ്ട് പോകുന്നത് ശരിയല്ല. അഖിലാട്ട് ഇതിൽ കൂടെ താമര കരി അടിക്കുന്ന വീട്ടിലെ വിഷയമുണ്ട്. സിനിമാറ്റിക് സാധനമൊക്കെ പിടിക്കാൻ പറ്റിയൊരു ആംബിയൻസ്. ഇതാ ഗോകർണ ബിസിനസ് മീറ്റിംഗിനാണ്. ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. കോലം പറ്റാണ്ട. ഓ നമ്മൾ ഇതുവഴിയല്ലേ വണ്ടി എടുത്തോന്നാടാ? ഇത് നമ്മൾ കണ്ടല്ലേ? പുറത്തേക്ക് വന്നാൽ അതുവഴി അങ്ങനെ പോകണം. ചുറ്റിക്കറങ്ങി പോകണം. ഗൈസ് നമ്മളിപ്പം ഇവിടുന്ന് പോവാണ്. ഗോകർണം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഹൗ ഈസ് അതിൻ്റെ ഉള്ളിൽ നൈസല്ലേ ഒരു ആംബിയൻസ്. ബീച്ച് പിന്നെ വെയിലായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ ഗോവ പിടിക്കും. ഓക്കെ, ഫോറസ്റ്റ് റൂട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ നോക്കി വെച്ച് ഗോവ പിടിച്ച് ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ അടിക്കും. നാളെ മോർണിംഗ് നമ്മൾ ഗോവയിൽ നിന്ന് വിട്ട് ഈവനിങ് ആകുമ്പോൾ എല്ലോറ കേവ്സിലെത്തും. അതാണ് നമ്മളിപ്പോഴത്തെ പ്ലാൻ. ചിലപ്പോൾ പ്ലാൻ മാറാം. ചിലപ്പോൾ ഒറ്റ മൈൻഡായിട്ട് ഇന്ന് രാത്രി തന്നെ പോവാം. എന്ത് സംഭവിക്കാം.
അത് നമ്മൾ പക്ഷെ നിങ്ങൾ അറിയിക്കും. അതെ രാജസ്ഥാൻ പോവും. എന്തുവേണം നമ്മൾ ചെയ്യും, പേടിയില്ലാത്തതുകൊണ്ട്. ഏത് ഗൈസ്, ഞാൻ പുതിയ ഇതിട്ടു. ഇനി ഫുള്ള് ട്രാവൽ മൂഡാണ്. ഞാനൊരു ചാർലി ആവാൻ ശ്രമിക്കുകയാണ്. അയ്യോ, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ലൊക്കേഷൻ കണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. ഇതങ്ങനെയാണ്, നമ്മളിങ്ങനെ പ്രീ പ്ലാൻഡ് സാധനമൊന്നുമല്ല. പോകുന്ന വഴിക്ക് എന്താണോ കാണുന്നത്, എവിടെയാണോ നിർത്താൻ തോന്നുന്നത് അവിടെ നിർത്തും. വാവ്, ദിസ് ഇസ് ബ്യൂട്ടി. വാവ്, നമ്മൾ ഇവിടുന്ന് കുളിച്ചാലോ? പണ്ടര അത് പൊളിക്കും. എടാ നമുക്ക് ഇവിടുന്ന് തന്നെ കുളിച്ചാലോ? എന്താ വൈബ് അശ്വനാ? എടാ ഇത് കിടിലായിരിക്കും. അത് കേട്ടാ സെറ്റ് സാധനം. മുണ്ട് പൊക്കിട്ട് പിടിക്കുമത്. വാ, പുലി വരും. കാൽച്ചിലമ്പേ കാനനമായി കാട്ടുഞാവൽ കാവഴുത്ത്. ഇത് ഹെവി ഫോറസ്റ്റിന്റെ ഭാഗമാണത്. എടാ തണുപ്പുണ്ടോ വെള്ളത്തിന്? ആ നൈസാ, അടിപൊളിയാ. ഇപ്പൊ നാട്ടുകാർ ഇറങ്ങി വരും. മറ്റേ ഇതെല്ലായിട്ട് അമ്പും പില്ലെല്ലായിട്ട്. ഏത് കാടറാ? ആ പട്ടിയാടാ അത്. ഒരു പട്ടിന്റെ തലയും കടിച്ചു പിടിച്ചാ പട്ടിയാ. പട്ടിയാടാ പേടിച്ചല്ലേ? എന്താ എന്റെ മോനെ ബ്രോ, ഇത് പൊളി സ്ഥലം കേട്ടാ. ഒറ്റ മൈൻഡ് ഇവിടെ തന്നെ വിളിക്കാം. വണ്ടിയില്ലേ, ഞാൻ അന്ന് വാങ്ങിയ സോപ്പില്ലേ അതിൽ വെച്ചിട്ടുണ്ട്, സിന്തോള്. എൻ്റെ മോനെ അത് പൊളിക്കും. ഒറ്റ മൈൻഡ്. പിന്നെ അങ്ങനെയാണ് കുളിക്കാൻ പോകുന്നത്. ഇവിടെ പൊളി ആംബിയൻസ്. ഇറങ്ങി നോക്കട്ടെ തണുപ്പുണ്ടോ. ഓ നല്ല തണുപ്പുണ്ട്, വേഗം കയറാം. എൻ്റെ മോനെ കില്ലാടി തണുപ്പ് കേട്ടാ. സിന്തോൾ. പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് ഇറങ്ങാനോട് മടി. ആമേ, പക്ഷെ നമ്മൾ ഇറങ്ങും, അതാണ് വേറെ കാര്യം. അല്ല ഇറങ്ങണ. ഓ മാസ് അത് തണുപ്പില്ല, നല്ല തണുപ്പില്ല, കിടലല്ലേ. ഇതിൻ്റെ എന്നെ എന്തെങ്കിലും നോക്കി എന്നത് പിടി. സിന്തോളെടുത്ത മോനെ ഇടിയാണോ കേട്ടാ. എടുക്കൂടാ, അല്ലൊന്നുമില്ല, ചാടി. ക്യാമറയൊപ്പം ചാട്ടെ. അങ്ങിട്ടിട്ട് ഒറ്റ ബുദ്ധി പണ്ടാറക്കാലം. എന്തടാ ഓ ഒറ്റ കയറ്. തണുപ്പ് തണുപ്പാടാ, ഇറങ്ങടാ എനിക്ക് മോനെ. മുതലുണ്ടാ ഒന്നും പറയാൻ പറ്റില്ല. അണൽ വരെ ഉണ്ടെന്നാ കേട്ടെ, ഇഷ്ടം പോലെ. അങ്ങനെ എന്തുകൊണ്ടെന്ന് തണുപ്പ് കൂടിയല്ലോ. ഇല്ല ഇറങ്ങി കഴിഞ്ഞാൽ സെറ്റാ. വാ അവിടെ ഡക്ക് പൊളിയല്ലേ. ഇപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റിലല്ലേ? ഇനി അടുത്ത പോകാനാവേ, അടുത്ത ഓടി വെക്കാൻ പോകുന്ന നിന്നെ. കുളി കഴിഞ്ഞു ഗൈസ്, കുളി കഴിഞ്ഞു. താങ്ക് യു, വണ്ടർഫുൾ സീനറി പ്ലസ് നേച്ചർ. താങ്ക് യു. പോവാ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോവ അല്ല, ഗോവയല്ല. എടാ എന്ത് കേവ്സ് ആണത്? യാന കേവ്സ്. അപ്പോൾ അവിടെ പോയി നമ്മൾ നേരെ എവിടെ പോകുന്നു? ഗോവയിൽ പോകുന്നു. ഓൾ ഡൺ. മദ്യപിച്ച് മതബന്ധത്തിനായി ആവശ്യം തരും. 3-4 വട്ടം അങ്ങോട്ട് പോകും. ഗോവ ചെക്ക് പോസ്റ്റ് പോലീസ് പിടിച്ചു. ടിൻഡർ വണ്ടി ടെന്റ് വിഷയം ഒരുത്തനെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുവരലും അറിയില്ല, വിഷയമാണെന്ന് തോന്നുന്നു. നോക്കാം എന്താവും. വരുന്നുണ്ട്, എന്തായെന്ന് കണ്ടറിയാം. 5000 കോൺ. ഓക്കെ, കണ്ടറിയാം. ഇത് സംഭവം ഞാൻ അവിടെ പോയല്ല, എന്റെ ആരെ ഡ്രൈവ് ചെയ്യുന്ന ചോദിച്ചില്ലേ, ഞാൻ കയറിയല്ലോ. എന്നിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ഐഡിയ. ഇന്റർനാഷണൽ ആണ് സാറേ, എനിക്ക് ഇവിടുത്തെ നിയമം അറിയില്ല എന്ന് പറയുന്നത്. ഞാൻ കയറി, ഞാനവിടെ പോയി ഭയങ്കര റെസ്പെക്ട്. സാർ അയ്യോ സാർ കുമ്പിട്ടു. എന്നിട്ട് ചങ്ങായി പറഞ്ഞേ പിന്നെ ഇത് വണ്ടിയുടെ പേപ്പർ, പൊല്യൂഷൻ, അത് ഇതെല്ലാം കാണിച്ച്, മറ്റേ ഇൻഷുറൻസ്, പൊല്യൂഷൻ എല്ലാം അത് കാണിച്ച്. എന്നിട്ട് പറഞ്ഞു ഇതെന്താ ടിൻറ്റിന് എന്താ ചെയ്യാൻ പറ്റുക, 3000 രൂപ ആവില്ല ഫൈൻ. ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ ലാസ്റ്റ് വീക്ക് വന്നേ ഉള്ളൂ നാട്ടില്, എനിക്ക് ഇവിടുത്തെ നിയമം അറിയില്ലായിരുന്നു.
ടിൻഡ് അടിച്ചിട്ടാണ് അവർ ഡീലർഷിപ്പിൽ നിന്നൊക്കെ തന്നത്. എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ വന്നാണ്. അയാൾ പറഞ്ഞു നിങ്ങൾ നോക്കി, എന്നിട്ട് പറഞ്ഞു 500 ക്യാഷ് ഉണ്ടോ? നമ്മുടെ ഉണ്ട് 500 ഇഞ്ച് കൊടുത്തിരിക്കും വന്നു. ഞാനൊന്നും അറിയാത്ത പോലെ പൊട്ടറെ പോലെ കളിച്ചു. അയ്യോ ഇങ്ങനെ എനിക്കുണ്ടോ, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് മറ്റേ പൊല്യൂഷനൊക്കെ എല്ലാ പേപ്പർ വർക്കെല്ലാം അവർ ചെയ്തു തന്നെയാണ്. എനിക്കറിയില്ല. അയ്യോ സാർ എന്നെ പെണ്ണ് മന്നിച്ചെടുക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ തിരിച്ചു പൊക്കോളാം, ഞാൻ ഗോവയിൽ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകണം, എനിക്ക് കേസൊന്നും ആവാൻ പറ്റില്ല, അപ്പൊ എനിക്ക് എന്താ ഇവിടുത്തെ നിയമം ഒന്നും അറിയില്ല. എന്റെ ലൈസൻസ് കണ്ടില്ല, എനിക്ക് നാട്ടിലെ ലൈസൻസ് ഒന്നും ഇല്ല, എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. സാർ എന്നാണ് അയാൾ ഞാൻ നോക്കിയിട്ട് 500 ക്യാഷ് ഓക്കെ വിട്ടോ. വേറെ ഒന്നും ചെയ്തില്ല. നമ്പറിലാണ് എഴുതിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതെന്താ വെച്ചാൽ ഈ ഡീല് കാണാൻ പാടില്ല. പിന്നെ ഈ പൈസ ഡയറക്റ്റ് അവരുടെ പോക്കറ്റിലേക്ക് വന്നത് ഏടെ റെക്കോർഡിലൊന്നും ചെയ്യുന്നില്ല. സംഭവം എന്താ പറയാ, എന്നോട് 300 പറഞ്ഞേ പണ്ട 500 കൊടുത്തു. അല്ല 500 മുംബൈ പോണേ നമുക്ക് അങ്ങോട്ടും വിടും. അതോ എന്റെ മോനെ ഇത് തുടങ്ങിയ വ്യൂ തുടങ്ങിയ നേരത്തെ നമ്മൾ എടുത്ത് വേറെ എപ്പോ എടുത്ത് നീ ഉറങ്ങുമ്പോ പോടാ വ്ലോഗ് എടുത്ത്. ഗൈസ് സമയം ഇപ്പോ 7:07. നമ്മൾ ഗോവ എത്തി. ഗോവ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ നാടിൻ്റെ ഒരു വൈബ് തന്നെ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനത്തെ സ്ട്രീറ്റുകളിലൂടെയൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഗോവ ടച്ച് അടിക്കുന്നുണ്ട്. പുറത്തേക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഗോപുരം കൊണ്ട് ആൾ പോകും. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കാണാം. ഗോവ എത്തി. നമ്മളിനിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നോക്കണം, നല്ല റൂമാണെങ്കിൽ അവിടെ ഒന്ന് സ്റ്റേ അടിക്കണം. നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ഭയങ്കര ട്രാഫിക് അല്ലേ വൈകുന്നേരം ആകുമ്പോൾ. എൻ്റെ മോനെ ഭയങ്കര ട്രാഫിക്. പക്ഷേ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനല്ലേ മച്ചാണ് നമ്മൾ ഗോവയിൽ വന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോവ, അശ്വനും ഫസ്റ്റ് ടൈമാണ്. അഖിലേട്ടാ മുന്നേ വന്നിട്ടുണ്ടോ? അപ്പൂട്ട 3 വട്ടം അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് 4 വട്ടം വഴി തെറ്റി. മാസല്ല ഏട്ടാ. നമ്മളിവിടെ ബീച്ചിൽ ഗോവ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങി. ബാഗ ബീച്ച്. ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. കള്ള് വേണോ കഞ്ചാവ് വേണോ എല്ലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. മിക്കവാറും ഇതിന് കോപ്പിറൈറ്റ് കിട്ടും, പക്ഷെ നമുക്കുണ്ടാ പേടി അല്ലേ? നൈസ് ആംബിയൻസ് കേട്ടോ ഇത് മൊത്തം. എൻ്റെ സൗണ്ടെല്ലാം പോയി മൊത്തം ഔട്ട് എല്ലാം കഴിഞ്ഞു. നമ്മള് പിന്നെ റൂമിലേക്ക് പോകാനുള്ള പരിപാടി. നമ്മളിങ്ങനെ ബീച്ചെല്ലാം കുറച്ച് നേരം നടന്നു. അവിടെ ഫുൾ ഈ ലൗഡ് മ്യൂസിക് ആയതുകൊണ്ട് കോപ്പിറൈറ്റ് നല്ലോണം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ അധികം റെക്കോർഡ് ചെയ്യില്ല. നമ്മളിങ്ങനെ വെറുതെ എക്സ്പ്ലോർ ചെയ്യാം. ഗോവ സിറ്റീസിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നടക്കുന്ന സംഭവം സത്യസന്ധമായിട്ട് പറയട്ടെ, ഇപ്പൊ എക്സ്പ്ലോറിംഗ് അല്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ ഉറക്കം വന്നിട്ട് റൂമിലേക്ക് പോകാൻ നോക്കുകയാണ്. എന്നാലും അപ്പൂട്ടൻ പറഞ്ഞു എനിക്കൊരു വഴി അറിയാം എന്ന് പറഞ്ഞിട്ട് മുന്നിൽ നടന്നു ചൂട്ടുവെളിച്ചുമായിട്ട്. ബാക്കിലേ നമ്മൾ പോകുന്നതാണ്. അത് ശരിയാ, 8 മാസമായി. അപ്പൊ കാശ് നോക്കിയില്ല. ഒരു കൊച്ചു കുഞ്ഞു വന്നിട്ട് നമ്മളോട് ഏട്ടാ ഇത് വാങ്ങുമോ, ഹിന്ദിയിലാ പറഞ്ഞത്, എനിക്ക് ഹിന്ദി അറിയില്ല. അങ്ങനെ നമ്മൾ വാങ്ങി. ചായ വേണ്ട ഒന്നും നോക്കില്ല, 10 റുപ്യ. അതെ അങ്ങോട്ട് കൊടുത്ത്. പിന്നെ നമ്മളിനി എടാ സത്യം പറയട്ടെ, നമ്മുടെ റൂം എവിടെയാണ്? അതെ എത്തിയാൽ മതി ലാസ്റ്റ്. ഗൈസ് നമസ്കാരം. പിറ്റത്തെ ദിവസം മോർണിംഗ് ആയി. ഇത് 10-ാം തീയതി രാവിലെ. നമ്മൾ 8-ാം തീയതി നൈറ്റാണ് വിട്ടത്. ഇത് 10-ാം തീയതി രാവിലെ. നമ്മളിപ്പോഴും ഗോവയിലാണ് ഉള്ളത്. ഇന്നലെ ഗോവ നൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എല്ലാം ഒന്ന് നടന്നു പോയി കണ്ട് എല്ലാം റെഡിയായി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോകുന്ന വെച്ചാൽ നാട്ടിലേക്കല്ല, മഹാരാഷ്ട്ര പോകാൻ നമ്മൾ കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി എടുക്കണം. ഇപ്പോൾ 11 മണി സമയം. നല്ല രീതിയിൽ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു. ഇനി ഇവിടുന്ന് 15 മണിക്കൂറുണ്ട് മഹാരാഷ്ട്രയിലേക്ക്. അത് ഒരു സെപ്പറേറ്റ് വ്ളോഗായിരിക്കും, കാരണം അത് മഹാരാഷ്ട്രയാണ്. നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ വേറെയാണ്, വേറെ ദിവസമാണ്, വേറെ വ്ളോഗാണ്, വേറെ വൈബാണ്. ഏത് ഇവിടുന്ന് 15 മണിക്കൂർ. ഓ 1 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ പോയി എടുത്തിട്ടാ ചങ്ങാനോട് ചോദിച്ചാൽ ഞാൻ കൊണ്ട് കാണിച്ചു തരും. ഓൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കും. നമ്മളെ മെയിൻ ഓഫീസ് വീഡിയോ ആണല്ലോ. ഓക്കെ നമുക്കിവിടെ ചോദിക്കാം. സ്കൂട്ടി കൊണ്ടാക്കും. എൻ്റെ നിങ്ങൾ എടുത്തോ, ഞാൻ പോയി എടുത്തില്ല. കരുതൽ നീ ഇടുന്നോ? ഫുഡ് കഴിച്ചാൽ എല്ലാവരും ഉഷാറാവും, ഓണാവും. അശ്വിനി ഉറക്കം ശരിയായില്ലോ.
കരിക്ക് കുടിക്കാം നമുക്ക്. നല്ല ഫ്രഷ് കരിക്ക് രാവിലെ തന്നെ ഒരു എനർജി തരും. ഏത് നമുക്ക് എനർജിക്ക് ഒരു കുറവില്ല, വൈബിന് ഒരു കുറവില്ല, പക്ഷേ എനർജി കിട്ടും. പിന്നെ കാശ് നമുക്ക് നിങ്ങളോട് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 2025 റിസൾട്ട്സിൽ നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങളുടെ ലൈഫിലെ റിസൾട്ട്സിൽ നിങ്ങൾ ഹാപ്പിയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ ഒരു കമ്മ്യൂണിറ്റിയാണ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യുന്നത്. നമ്മളൊരു അക്കാഡമി, വൈബ്സ് ഓൺ അക്കാഡമി, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ആക്സസ് കിട്ടും, നിങ്ങൾക്കൊരു ടീമിനെ കിട്ടും. നിങ്ങൾക്കൊരു ടീമിനെ കിട്ടും. ആ ടീം നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒരു ലെവലിൽ മാർക്കറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ആണ് താല്പര്യം, അത് ശരിയാക്കാനും. നിങ്ങളിപ്പോൾ എഡിറ്ററാണെങ്കിൽ ആ എഡിറ്റിങ് രക്ഷപ്പെടുത്താനുള്ള സെറ്റപ്പ്, ആ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നമ്മളെന്നിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളതിൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? വെറുതെ 2026 കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് കാര്യമില്ല. ആക്ഷൻ എടുക്കണം. ലൈഫ് മാറ്റങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കണം. അക്കാഡമീൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജോയിൻ ചെയ്തോ. റിച്ച്ഡ് വണ്ടി നമ്മൾ ആദ്യം വണ്ടി ചുറ്റും നടന്നൊന്ന് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലോ, അറിയാത്ത നാടല്ലേ. അപ്പോൾ അത് ഒന്ന് നോക്കണം. ഇതുവരെ വിഷയമൊന്നുമില്ല. പിന്നെ ഇതൊരു അത്യാവശ്യം നല്ല ഏരിയ ആണ്. റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ടിലാണ് നിർത്തിയത്, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. ഓക്കെ ആവും. നമുക്കിനി യാത്ര ആരംഭിക്കാം. ഇനി നമുക്ക് 15 മണിക്കൂർ വീണ്ടും ഡ്രൈവ്. ഇതൊരു രസമാട്ടാ. പ്രത്യേകിച്ച് നമുക്ക് അത്രയും അടുത്തുള്ള ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് വരുമ്പം ഒരു വേറെ തന്നെ ഒരു വൈബാണ്. നമ്മളിവിടെ ഷേക്കൊക്കെ കുടിച്ച് അവിടെ നമ്മൾ ഇവിടെ ഫ്രൂട്ട്സ് കടയിൽ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവാൻ തുടക്കം. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ 2 ഫ്രൂട്ട് പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബനാന ഷേക്കും പറഞ്ഞിട്ടുണ്ട്. അതടിച്ച് നമ്മളിവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി വേറെ വ്ളോഗ്, നെക്സ്റ്റ് വ്ളോഗ് ഓൺ ദ വേ നമ്മൾ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നാളെ പുലർച്ചെ 2:30 എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത്. നിർത്തി പോയി കഴിഞ്ഞാൽ ഒരു 5-5:30 ആകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ 6 മണി തൊട്ട് ഒരു 8 മണി വരെ നമുക്ക് എല്ലോറ കേവ്സ് കിട്ടും രാവിലെ. ആ ടൈമിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ്. പിന്നെ ഫുൾ ഡേ മഹാരാഷ്ട്ര കറങ്ങിയാലും നമുക്ക് ടൈം ഉണ്ട് തിരിച്ചു വരാം. ഫുൾ കാൽക്കുലേഷനാണ്. പിന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് മൂഡിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. എവിടെയൊക്കെ പോകേണ്ടത് വെച്ചാൽ നമ്മൾ അങ്ങനെ പോയി എൻജോയ് ചെയ്യും. പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ടല്ലോ. ചിക്കു വരെ ഉണ്ടേ. അതാ വിത്ത് ഐസ്ക്രീം. എൻ്റെ മോനെ പൊളിച്ച് ബ്രോ, നൈസാണ്. നീ അവിടെ എന്താന്ന് വെച്ചാൽ 2 സ്കൂപ്പില്ലേ? ഹിന്ദി തന്നെ. നമ്മൾ അഖിലാട്ടിനെ കൂട്ടാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഹിന്ദി. നമുക്കാർക്ക് ഹിന്ദി അറിയില്ല. അതെ അഖിലാട്ടെ ഹിന്ദി എല്ലാം പറഞ്ഞ്. പിന്നെ നീ കഴിക്കുന്നില്ലേ ഇത്? എന്തേ ഇഷ്ടല്ലേ? എടുത്തോടല്ലേ? എട്ടോട്ടായി പോകും. ഞാനിപ്പോൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ആക്ച്വലി ഞാൻ ഗോവയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീടിപ്പോൾ എന്നെ തെറി പറയും ആൾക്കാർ, അല്ലേ? ഇപ്പം ഞാനില്ലേ ഈ വ്യൂ കാണിച്ചു തരാൻ വേണ്ടി നിർത്തിയാട്ടാ. എല്ലാവരും സ്പോട്ട് കുറേ വണ്ടികൾ വരുന്നുണ്ട്. അധികം നേരം നിൽക്കാൻ സമയമില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഇപ്പം തെറി കിട്ടും. അധികം ഞാൻ നിർത്തുന്നില്ല ഗൈസ്, വേറെന്നൊക്കെ പറയാനില്ല. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് പുതിയൊരു വ്ളോഗായിരിക്കും. ഇപ്പോൾ ഈ ഫാമിലീൻ്റെ ഭാഗമാവാ, ഈ വൈബിൻ്റെ ഭാഗമാവാ, ഇതുപോലുള്ള ട്രാവലൊക്കെ ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചതാ. ഓക്കെ, അധികം ഞാൻ എടുക്കുന്നില്ല. വേറെന്നൊക്കെ പറയാനില്ല. പീസ്.